അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു വലിയ മഹത്തായ അനുഗ്രഹമാണ്. ദുനിയാവിൻ്റെ ഭയങ്കരമായ ജോലി തിരക്കുകളുടെ ഇടയിൽ വിശ്രമമില്ലാതെ രാത്രിയും പകലും ലൗകികമായ പല ചിന്തകളിൽ തന്നെ മുഴുകി കഴിഞ്ഞുകൂടുന്ന നമ്മളെ എല്ലാവരെയും ആ ചിന്തകളിൽ നിന്നും കുറഞ്ഞ നേരത്തേക്കെങ്കിലും വേണ്ടി ഒഴിവാക്കി അള്ളാഹുവിൻ്റെ വീടായി പള്ളിയിൽ വന്ന് ഒരുമിച്ച് കൂടാനും അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയുള്ള ചിന്തയിൽ കുറഞ്ഞ സമയമെങ്കിലും നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ദീനിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനും കേൾക്കാനും എല്ലാം നമുക്ക് അള്ളാഹു തൗഫീഖ് തന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളുടെ കച്ചവട ജോലികളിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഉദ്യോഗ സംബന്ധമായ ജോലികളിലോ അതുപോലത്തെ മറ്റെന്തെങ്കിലും ലൗകികമായ ജോലികളിലാണ് നാം മുഴുകി കഴിയുന്നതെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് പറയും, ഇതിൽ കൂടി എനിക്ക് ഇന്ന നേട്ടങ്ങളുണ്ട്, ഇന്ന പ്രയോജനങ്ങളുണ്ട് എന്ന് നമ്മളുടെ മനസ്സ് സമ്മതിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളുടെ നാടും വീടും എല്ലാം വിട്ട് ഭാര്യ മക്കളെല്ലാം വിട്ടിട്ട് ഇത്ര കണ്ട് ദൂരെ വന്ന് ഇവിടുത്തെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാൻ കാരണം നമ്മൾ മുഴുകിയിരിക്കുന്ന ഓരോ ജോലിയിൽ കൂടി നമുക്കെന്തോ നേട്ടങ്ങൾ പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും എന്ന് നമ്മളുടെ മനസ്സ് നമ്മളോട് പറയുന്നു. ഈ തോന്നൽ, ഈ അറിവ്, ഈ ബോധം നമുക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതല്ല. ഇത് ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളെ പോലെ തന്നെ ഇതര വിശ്വാസങ്ങളിലും മതങ്ങളിലും കഴിഞ്ഞുകൂടുന്ന ക്രിസ്ത്യാനി, ഹിന്ദു, അല്ലെങ്കിൽ ഒന്നും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് നാം ചെയ്യുന്ന കച്ചവടം, നാം ചെയ്യുന്ന തൊഴിൽ, നാം മുഴുകിയിരിക്കുന്ന നമ്മളുടെ ഉദ്യോഗം, നാം ചെയ്യുന്ന മറ്റിതര ജോലികൾ, ഇത് മുഖേന നമുക്ക് നേട്ടമുണ്ട്, പ്രയോജനമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസവും ബോധവും എല്ലാവർക്കും ഉണ്ട്. അതാണ് എല്ലാവരെയും രാപകലില്ലാതെ വിശ്രമമില്ലാതെ പാടുപെടാനും പരിശ്രമിക്കാനും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥമായ ശക്തി. എന്നാൽ സഹോദരന്മാരെ, മൂമിനിന്റെ പ്രത്യേകത എന്താണ്? മൂമിനിന്റെ വിശേഷത എന്താണ്? മൂമിൻ ഈ ദുന്യവിയായ ജീവിതത്തെ എത്ര കണ്ട് പ്രധാനപ്പെട്ടതായി കാണുന്നോ അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനപ്പെട്ടതായി ആഖിറത്തിന്റെ ജീവിതത്തെ കാണും. വെറുമൊരു പരമ്പരയായി നമ്മൾ വെച്ചു പുലർത്തി വരുന്ന ഒരു വിശ്വാസമെന്നുള്ള ആ നിലയിൽ മാത്രമല്ല, ഒരു യഥാർത്ഥമായി പരലോക ജീവിതം ദുന്യവിയായ ജീവിതത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. നമ്മളുടെ സ്വഭാവത്തെ പറ്റി അള്ളാഹു പറയുകയാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്, പ്രാധാന്യം കൽപ്പിക്കുന്നത് ദുന്യവിയായ ജീവിതത്തിലാണ്. എന്നാൽ ആഖിറമാണ്, പരലോക ജീവിതമാണ് ഏറ്റവും ഹൈറായത്, വിശേഷമായത്, ഉയർന്നത്, മെച്ചമായത്, ഉന്നതമായത്. ഇതെല്ലാം ആഖിറമാണ്. മാത്രമല്ല വാബക്ക, എപ്പോഴും നിലനിൽക്കാൻ പോകുന്ന ശാശ്വതമായ ജീവിതവും ആഖിറത്തിന്റെ ജീവിതമാണ്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ദുന്യവിയായ ജീവിതത്തിന് നിങ്ങൾ മതിപ്പ് കൊടുക്കുന്നു, അതിനെ നിങ്ങൾ പ്രധാനമായി കണക്കാക്കുന്നു, അതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഇത് ഒരിക്കലും ശരിയല്ല, ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമല്ല. ബുദ്ധിയുള്ളവർ ആരാണ്? ബുദ്ധിയുള്ളവർ കാര്യത്തെ അതിന് ശരി രൂപത്തിൽ മനസ്സിലാക്കണം. വെളിപ്പകിട്ട് മാത്രം കണ്ട് ഒരു വസ്തുവിനെ മതിക്കരുത്. ചിലപ്പോൾ ഏറ്റവും വിലമതിപ്പുള്ള തങ്കം, അതിന് വലിയ പകിട്ടൊന്നും കാണുകയില്ല, അതിന് വലിയ തിളക്കമൊന്നും കാണുകയില്ല. അതേ സമയത്ത് മറ്റ് ഏതെങ്കിലും ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും മുകളിൽ
സ്വർണത്തിൻ്റെയോ മറ്റോ കളർ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ അത് നല്ല തിളക്കവും നല്ല ആകർഷണീയതയും എല്ലാം കാണും. അത്രയും ആകർഷണീയത തങ്കത്തിനോ അതുപോലത്തെ വിലപ്പെട്ട വസ്തുക്കൾക്കോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരികയില്ല. രത്നത്തെക്കാൾ തിളക്കവും ആകർഷണീയതയുമുള്ള മറ്റു പല വസ്തുക്കളും കാണും. ഇമിറ്റേഷൻ കല്ലുകൾ കാണും. അസിൽ രത്നത്തിന് അത്രത്തോളം വലിയ ആകർഷണീയത ഒന്നും കണ്ടോളുന്നില്ല. കൊച്ചുകുട്ടികൾ, വിവരമില്ലാത്ത ആളുകൾ ബാഹ്യമായ ആകർഷണീയതയും ബാഹ്യമായ അഴകും കണ്ട് അതിൽ ആകൃഷ്ടരാകും കൊച്ചുകുട്ടികൾ. എന്നാൽ അതേ സമയത്ത് ഒരു അറിവുള്ളവൻ, വിവരമുള്ളവൻ, അവൻ വെറും ബാഹ്യമായ ആകർഷണീയത കണ്ട് അതിൽ കുടുങ്ങുകയില്ല. കാര്യത്തെ അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ മനസ്സിലാക്കും. വാനലയ്ക്ക് ബുദ്ധിയുള്ളവർ ദുന്യവിയായ ജീവിതത്തിന്റെ ബാഹ്യമായ അലങ്കാരം യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ വതകാസുറുൻ ബൈനക്കും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്ന് ആദ്യം പറയുന്നതിന്റെ അർത്ഥം പുറകെ പറയുന്ന കാര്യം ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഏതെങ്കിലും അല്പം ഗഹനമായ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നതിന് മുമ്പായിട്ട് യഅലം എന്ന് പറയും. നീ അറിയണം എന്ന് പറഞ്ഞാൽ എന്താ? നീ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു തആല അതുപോലെ യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ ഉണരണം, മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇന്നമലിൽ ഹസൻ, ഈ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്ന ഒരു ജാതി കളിയും തമാശയും ലഅബുൻ വലഹുൻ വസീനത്തുൻ തഫാഖുറുൻ, ഒരു അലങ്കാരമാണ്. കുറഞ്ഞ കാലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ, എന്റേതാണ് ഉയർന്നത്, നിന്റേതാണ് ഉയർന്നതെന്നൊക്കെ അഭിമാനം കൊള്ളാം. എൻ്റെ വീട് കണ്ടോ, നിന്റെ വീട് കണ്ടോ, നിന്റെ പറമ്പ് കണ്ടോ, എൻ്റെ പറമ്പ് കണ്ടോ, എൻ്റെ കാറ് കണ്ടോ, നിന്റെ കാറ് കണ്ടോ. സഹോദരന്മാരെ, ഇങ്ങനെ എൻ്റെ വീട് കണ്ടോ, എൻ്റെ കാറ് കണ്ടോ, നിന്റെ വീട് കണ്ടോ, നിന്റെ കാറ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് ഉയർന്നവൻ, നീയാണ് ഉയർന്നവൻ എന്ന് പറഞ്ഞും വിചാരിച്ചുമൊക്കെ കഴിയുന്നതിനിടയ്ക്ക് നമ്മളുടെ ജീവിതം അവസാനിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഉണരാൻ നമ്മളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി അല്ലാഹു തആല ഉണർത്തിക്കൊണ്ട് പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ബുദ്ധിമാൻ ആരാണ് ബുദ്ധിമാൻ? ഈ ദുന്യാവിനെ അതിന്റെ യഥാർത്ഥത്തിൽ കാണും, ആഖിറത്തിനെ അതിന്റെ യഥാർത്ഥമായ നിലയിൽ കാണും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ ഒരു സ്ഥലത്ത് പറയുന്ന പോലെ, പടച്ചവനെ, ദുന്യാവിനെ ഞങ്ങൾക്ക് നീ അതിന്റെ യഥാർത്ഥമായ നിലയിൽ കാണാൻ തൗഫീഖ് തരണേ, ആഖിറത്തിനെ അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ കാണാൻ തൗഫീഖ് തരണേ. മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ ഒരു വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാള് ഒരു വലിയ കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ആരംഭ ജോലിയിൽ ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഉയർന്ന സ്ഥലത്ത് അദ്ദേഹം ഇരുന്നും കൊണ്ട് ബാക്കി ജോലിക്കാരെല്ലാം നിയന്ത്രിച്ച പണിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാന്മാർ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി കയറി ചെന്നു. മഹാന്മാരുടെ ചില സന്ദർഭങ്ങളാണ്, അവർക്ക് ചില സന്ദർഭത്തിൽ ചില വിശേഷമായ സന്ദർഭങ്ങളുണ്ടാവും. ആ വിശേഷമായ സന്ദർഭങ്ങൾ പലർക്കും ഫലപ്പെട്ടു പോയി, പ്രയോജനപ്പെട്ടു പോയി എന്നും വരും. അങ്ങനത്തെ ഒരു സമയമായിരുന്നു മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഈ സമയം ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിന്റെ മുറ്റത്തേക്ക് കയറി ചെന്നിട്ട് ആ നടത്തിക്കൊണ്ടിരുന്ന ആളിനോട് ചോദിച്ചു, ഈ വീട് പണിയാൻ എത്ര രൂപ ചെലവാക്കും എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അന്നത്തെ കാലത്തെ കണക്കനുസരിച്ച് പറഞ്ഞു 50,000 ദീനാർ തങ്ക നാണയം ചെലവാക്കും എന്ന് പറഞ്ഞു. 50,000 പവൻ എന്ന് വെച്ചോളി. അപ്പൊ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ പറഞ്ഞു, നീ ഇത്രയും രൂപ ചെലവാക്കി നിർമ്മിക്കുന്ന ഈ വീട്, ഇത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിക്കപ്പെടുന്ന വീടാണ്. ഈ വീട്ടിൽ നിന്റെ താമസത്തെ പറ്റിയാണെങ്കിലും യാതൊരു ഉറപ്പുമില്ല. ഈ വീടിന്റെ പണി തീർത്തോളാമെന്നോ, തീർന്നു കഴിഞ്ഞാൽ ഇതിൽ താമസിച്ചോളാമെന്നോ, താമസിക്കാൻ തുടങ്ങിയാൽ തന്നെ ഇത്ര കാലം താമസിച്ചോളാമെന്നോ യാതൊരു ഉറപ്പുമില്ല. ഇനി നീ താമസിച്ചാൽ തന്നെ ഈ വീട്ടിൽ സന്തോഷമായി സുഖമായി താമസിച്ചോളും എന്നും യാതൊരു ഉറപ്പുമില്ല. എല്ലാം സംശയകരമാണ്, ഒരുറപ്പുമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതേ സമയത്ത് നീ ഈ 50,000 ദീനാർ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിനക്ക് അതിന് പകരമായി കാലാകാല ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ നിനക്ക് ഞാനൊരു വീട് തരാം. ആ വീടിന്റെ ഒരു കല്ല് സ്വർണമാണെങ്കിൽ ഒരു കല്ല് വെള്ളി കൊണ്ടാണ്. ആ കല്ലുകളെ കൂട്ടിയിണക്കപ്പെടുന്നത് കസ്തൂരി കൊണ്ടാണ്. ഇങ്ങനെ സ്വർഗത്തിന്റെ വിവരങ്ങൾ എന്തെല്ലാം അല്ലാഹു ഖുർആൻ ശരീഫിൽ പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ടോ,
ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി. മഹാനവറുകളുടെ വാക്കായിരുന്നു. കേട്ടോണ്ടിരിക്കുന്ന ആളിൻ്റെ നല്ല ഒരു സമയമായിരുന്നു. അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് അത് മനസ്സിൽ പതിഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. എനിക്ക് ഈ കല്ലിൻ്റെയും മണ്ണിൻ്റെയും വീട് വേണ്ട, യാതൊരു ഉറപ്പുമില്ലാത്ത ഈ വീട് എനിക്ക് വേണ്ട. എനിക്ക് തങ്ങൾ പറഞ്ഞതുപോലെ ഉറപ്പുള്ള യഥാർത്ഥമായ ശാശ്വതമായ ജീവിതം എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരലോകത്തിലെ ആ വീട് മതി. ഞാൻ ഈ രൂപ അങ്ങ് തരാം. നമ്മുടെ ഇന്നത്തെ കാലം പോലെ അല്ല കേട്ടോ. ആ രൂപ എല്ലാം വാങ്ങിക്കൊണ്ടുപോയി എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് ചെലവ് ചെയ്യുകയോ മറ്റോ ചെയ്യുന്ന ഒരു കാലമല്ല, മഹാന്മാരുടെ കാലമാണ്. അവര് ദുന്യാവിനെ പറ്റിയുള്ള മതിപ്പ് ഹൃദയങ്ങളിൽ അവരുടെ വാക്ക് കേട്ട് കുറയണമെങ്കിൽ അവരുടെ ഹൃദയത്തിലും ആ അവസ്ഥ വേണം. ഹാലേ ഉള്ളൂ മറ്റുള്ളവരിലേക്ക് പകരുകയുള്ളൂ. കാലുകൊണ്ട് മാത്രം, വാക്കുകൊണ്ട് മാത്രം ഒരു വ്യത്യാസം ഉണ്ടാകാൻ പ്രയാസമാണ്. ഹാൽ റജലിൻ അൻഫഉ ഫി അൽഫി റജലിൻ മിൻ ഖാലി അൽഫി റജലിൻ ഫി റജലിൻ. മഹാന്മാര് പറയുന്നു, 1000 പേര് ചെയ്യുന്ന ഒരു ഉപദേശത്തെക്കാൾ ഒരാളോട് 1000 പേർ ചേർന്ന് ഉപദേശിക്കുന്നു. 1000 പേര് ചേർന്ന് ചെയ്യുന്ന ഉപദേശത്തെക്കാൾ ഒരേ ഒരു മനുഷ്യന്റെ അമൽ, അവന്റെ അവസ്ഥ, അവന്റെ സ്ഥിതി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ മതിയാകുമെന്ന് മഹാന്മാർ പറയും. അപ്പൊ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ആ ഉപദേശം നമ്മളെപ്പോലെ നാവിന്റെ തുഞ്ചത്ത് മാത്രം നിൽക്കുന്ന ഉപദേശമല്ല, അത് ഹൃദയത്തിന്റെ അടിയിൽ നിന്നും പുറപ്പെടുന്ന ഉപദേശം. ദിൽസേ ജോ ബാത് നികൽത്തി ഹൈ അസർ റഖ്തി ഹൈ. ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കിനെ ഉള്ളൂ മറ്റൊരു ഹൃദയത്തിലേക്ക് കയറി ചെല്ലാനുള്ള കഴിവുള്ളൂ, ശക്തിയുള്ളൂ. ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ, ഒരു കുഞ്ഞ് മരിച്ചു പോയതിന്റെ പേരിൽ വേദനയോടുകൂടി കരയുന്ന ഉമ്മായുടെ ആ ചെറിയ കരച്ചിൽ കേൾക്കുന്നവരുടെ ഹൃദയത്തെയും വേദനിപ്പിക്കും. അവിടെ ഹൃദയവും അറിയാതെ കുലുങ്ങിപ്പോകും. അതേ സമയത്ത് നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരാണോ പെണ്ണോ മനസ്സിൽ വേദനയില്ലാതെ വല്ലാതെ എന്തോ എല്ലാം പറഞ്ഞ് പുലമ്പി കരയുന്നു, കേൾക്കുന്നവരുടെ മനസ്സിന് യാതൊരു മാറ്റവും വരും. അപ്പോൾ സഹോദരന്മാരെ, ഹൃദയത്തിലെ അവസ്ഥയോട് മറ്റു ഹൃദയത്തിലേക്ക് കയറി ചെല്ലുകയുള്ളൂ. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ വാക്ക് വെറും വാക്കല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ അവസ്ഥയും കൂടി ആയിരുന്നതുകൊണ്ട് അത് കേട്ട ആളുടെ ഹൃദയത്തിൽ ഫലമുണ്ടായി, മാറ്റമുണ്ടാക്കി. അദ്ദേഹം ആ രൂപ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. ബാക്കി കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഇതൊരു സന്ദർഭമല്ല. എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ പറഞ്ഞ പോലെ ദുനിയാവിനെ അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ആര് കാണുകയും ആഖിറത്തിനെ അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ആര് കാണുകയും ചെയ്യുന്നോ അവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഈ പള്ളിയിൽ വന്ന് കൂടി ഞാനും നിങ്ങളും എന്നെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. നമ്മളുടെ ഹൃദയത്തെ പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളുടെ കടയിലിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്, നമ്മളുടെ ഓഫീസുകളിലിരുന്ന് നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ എന്തെല്ലാം ജോലികളിലാണോ നാം ഓരോരുത്തരും മുഴുകി കഴിഞ്ഞുകൂടുന്നത്, ആ ജോലികളിലെല്ലാം മുഴുകുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും നാം ചെയ്യുന്ന ആ ജോലിയിൽ കൂടി നമുക്ക് എന്തോ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിചാരമെല്ലാം ഉണ്ട്. സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ വീടായി പള്ളിയിൽ നമ്മൾ വന്ന് ഒരുമിച്ചുകൂടി ദീനിന്റെ കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും നേട്ടം കിട്ടും, ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു ഫലമുണ്ടാകും. ഇത് നമ്മളുടെ യഥാർത്ഥമായ ജീവിതത്തിൽ നമുക്ക് ഫലപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് ഇപ്പോൾ നാം നമ്മുടെ ഈ സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കും. കാരണം മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യമാകട്ടെ, ആ കാര്യത്തെപ്പറ്റി മനസ്സിൽ എത്രത്തോളം മതിപ്പുണ്ടോ, അതിന്റെ പേരിൽ തനിക്ക് കിട്ടുന്ന ലാഭം പ്രയോജനത്തെ പറ്റി എത്രത്തോളം വിശ്വാസമുണ്ടോ, അതനുസരിച്ചാണ് മനുഷ്യൻ ആ കാര്യത്തിൽ ഹൃദയംഗമായി മുഴുകുന്നത്, ആത്മാർത്ഥമായി മുഴുകുന്നത്. എനിക്കിതുകൊണ്ട് ഇന്ന നേട്ടമുണ്ട്, അപ്പോൾ അതിൽ ആത്മാർത്ഥമായി മുഴുകും. നിസ്സാരം ഒരു പേര് വാങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരു മത്സരത്തിൽ, ഒരു കളിയിൽ, ഒരു സ്പോർട്സിൽ എവിടെയെങ്കിലും പങ്കുകൊണ്ട് അതിൽ ജയിച്ചെന്തെങ്കിലും ഒരു സമ്മാനം മേടിക്കണം, ലോകത്തിൽ പേര് വാങ്ങണമെന്ന് വിചാരിക്കുന്നവൻ അതിൽ എത്രത്തോളം മനസ്ഥിതിയോടുകൂടി അവൻ അതിൽ മുഴുകുന്നു. സാധാരണ നിലയിൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, തനിക്കെന്തെങ്കിലും കിട്ടാനുണ്ട്, തനിക്കെന്തെങ്കിലും നേടിയെടുക്കാനുണ്ട് ഞാൻ ചെയ്യുന്ന ഈ കാര്യത്തിൽ കൂടി എന്ന് മനസ്സിൽ വേണം. എല്ലാ വ്യാഴാഴ്ചയും പള്ളിയിൽ പോയി ഒരുമിച്ച് കൂടാറുണ്ട്. തബ്ലീഗിന്റെ പേരിൽ അസർ മുതൽ ഇഷാ വരെ, അല്ലെങ്കിൽ അസർ മുതൽ പിറ്റേന്ന് സുബഹി വരെ നമുക്കും പോകാം. അവിടെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടാകും, അത് കേൾക്കാൻ മനസ്സിന് ഇഷ്ടം തോന്നിയാൽ കേൾക്കാം, അല്ലെങ്കിൽ ഇനി വന്നു കളയാം എന്നൊക്കെയുള്ള ഒരു സാധാരണ ചിന്തയിലാണ് നാം ഇവിടെ വരുന്നതെങ്കിൽ സഹോദരന്മാരെ, നമ്മളുടെ ആ ചിന്തയുടെ പേരിൽ
ഒരു പക്ഷേ നമുക്കിവിടെ നിന്ന് കാര്യമായി ഒന്നും ലഭ്യമായില്ലായിരുന്നു. അതേ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളുടെ ബാക്കി സമയം ചെലവഴിയുന്നതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വിലപ്പെട്ട ഈ സന്ദർഭം കൈവരുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ വീടായ പള്ളിയിൽ പോയി ഒരുമിച്ച് കൂടാനും നമ്മളുടെ ആഖിറത്തിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാനും കേൾക്കാനും പറയാനും നമ്മളുടെ ആഖിറത്തിൽ നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി അല്പനേരം ഇത് ചിന്തിക്കാനും ആലോചിക്കാനും എല്ലാം നമുക്ക് ഒരാഴ്ചയിൽ ഒരു സന്ദർഭം കിട്ടുന്നല്ലോ. ഇത് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണല്ലോ എന്ന് കരുതി നമുക്ക് എന്തെങ്കിലും ഈ മജ്‌ലിസിൽ പങ്കുകൊണ്ടതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം, അള്ളാഹു നമുക്ക് ഏതെങ്കിലും നിഴൽ കൂടിയുള്ള അവന്റെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹു വലിയ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നിയ്യത്ത് ആഗ്രഹം അനുസരിച്ച് നമ്മളോട് പെരുമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമിനെ തേടിക്കൊണ്ട് ഒരു വഴിയിൽ മനുഷ്യർ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ സഹോദരന്മാരെ, ഇൽമിന്റെ വഴിയിലുള്ള അവന്റെ സുലൂക്ക്, ഇൽമിനെ തേടിക്കൊണ്ട് ഇൽമ് കരസ്ഥമാകുന്ന ഒരു വഴിയിലുള്ള അവന്റെ പ്രവേശനം തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതിന് കാരണമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സഹോദരന്മാരെ, ആർക്കാണ് അള്ളാഹു തആല സ്വർഗത്തിന്റെ വഴിയെ ഇൽമിനെ തേടി പുറപ്പെടുന്നത് മുഖേന ആർക്കാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നത്? എല്ലാ താലിബുൽ ഇൽമിനും ഈ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനുഗ്രഹം കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? എല്ലാവർക്കും കിട്ടിക്കൊള്ളണം. സഹോദരന്മാരെ, നീയത്ത് ഏത് നിലയിലാണോ ആ നിലയിലാണ് അള്ളാഹുവിന്റെ പെരുമാറ്റം. ഒരു മനുഷ്യൻ ഇൽമിനെ പഠിക്കാൻ പോകുന്നു, അറിവ് പഠിക്കാൻ പോകുന്നു, അവന്റെ ഉദ്ദേശം എന്തെങ്കിലും ദുന്യവിയായ നേട്ടങ്ങളാണെങ്കിൽ അവന് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടി സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നത്? ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കിതാബുണ്ട്, അൻഫാസുൽ ആരിഫ്. അതിൽ അദ്ദേഹം ഒരു വിഷയം പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹം അള്ളാഹു എങ്ങനെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്റെ വാപ്പാക്ക് ഷഹീദായി മരിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അവർ പറയാം, എപ്പോഴും അദ്ദേഹം നമസ്കാരത്തിൽ ദുആ ചെയ്യും, പടച്ചവനെ എനിക്ക് ഷഹീദായി മരിക്കാൻ തൗഫീഖ് തരണേ, ഷഹീദായി മരിക്കാൻ തൗഫീഖ് തരണേ. അങ്ങനെ കുറെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന്റെ ആഖിരി സമയം, ജീവിതത്തിലെ അവസാന സമയം അടുത്തു എന്ന് മനസ്സിൽ വിചാരിക്കാം. ഒരു ദിവസം അദ്ദേഹം ഉറക്കത്തിലാണ്. അപ്പോൾ ആരോ ഉറക്കത്തിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആപ്കെ ലിയെ ഷഹാദത്ത് കി മൈദാൻ ദഖൻ മേ ഹൈ, നിങ്ങൾക്ക് വേണ്ടി ഷഹാദത്ത് ഷഹീദാകാനുള്ള സ്ഥലം ദഖനിലാണ്. ദഖനിന്റെ തെക്കേ ഇന്ത്യ. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഡൽഹിയിൽ നിന്നും അദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഷഹീദാകാൻ എനിക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം ദക്ഷിണ പ്രദേശത്താണ്, ദഖനിലാണ് എന്ന് സ്വപ്നത്തിൽ വന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്താ ചെയ്യുന്നത്? അദ്ദേഹം ദഖൻ നോക്കി, ദക്ഷിണ ഇന്ത്യ നോക്കി അദ്ദേഹം യാത്രയാകാം. ഡൽഹിയിൽ നിന്ന് നടന്ന് ഹൈദരാബാദ് പ്രദേശത്ത് എവിടെയോ അദ്ദേഹം എത്തി. അപ്പോൾ ഒരു കച്ചവട സംഘം ഇങ്ങനെ പോകുന്നു. ആ കാലമാണ് കച്ചവട സംഘം. ആ കച്ചവട സംഘത്തിൽ ഇദ്ദേഹം കൂടി. മുസ്ലിമീങ്ങളുടെ ഒരു കച്ചവട സംഘമാണ് കാഫില, തിജാറത്തിന്റെ കാഫില. ആഹാരം കഴിക്കാൻ നേരമാകുമ്പോൾ ഇദ്ദേഹം ആ കൂട്ടത്തിൽ ഒരു നൊണ്ടിയുണ്ട്. ഒരു വടി ഊതിപ്പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് നൊണ്ടിയാണ് നടക്കുന്നത്. അപ്പോൾ മഹാനായ ഈ ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ ആ നൊണ്ടിയെ ആഹാരത്തിന് വിളിക്കും. കാരണം നൊണ്ടിയാണല്ലോ, മഅ്ദൂറാണല്ലോ, എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ അവരെ വിളിക്കും. അങ്ങനെ അവനോട് വലിയ ഔദാര്യവും വലിയ സ്നേഹവും ഒക്കെ കാണിക്കുവാൻ ഇങ്ങനെ ഈ കച്ചവട സംഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ കച്ചവട സംഘത്തെ ഒരു കൊള്ളസംഘം വളഞ്ഞു. കൊള്ളസംഘം വളഞ്ഞിട്ട് ആ കൊള്ളക്കാരുടെ നേതാവ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹീം എന്ന് വെച്ചാണെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ വാപ്പായുടെ പേര് പറഞ്ഞ്, ഈ പേരുകാരനായ ഒരാളെ ഈ കാഫിലായിൽ ആരാണുള്ളത്? ഇദ്ദേഹം വേണ്ടിയിട്ട് പറഞ്ഞ്, ഞാനുണ്ട്. ഞങ്ങളുടെ ജാസൂസ്, അതായത് ഞങ്ങൾ അയച്ചിരുന്ന രഹസ്യ അന്വേഷകൻ, ഞങ്ങളുടെ ഏജന്റ് ദല്ലാൽ നിങ്ങളെപ്പറ്റി പ്രത്യേകമായി ഞങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കച്ചവട സംഘത്തെ കൊള്ളയടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കരുത്, അദ്ദേഹം എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക്
എല്ലാ നിലയിലുള്ള സംരക്ഷണം നൽകി നിങ്ങൾക്കൊരു വിഷമവും വരാതെ നോക്കിക്കൊള്ളണമെന്ന് ഞങ്ങളുടെ ദല്ലാൽ, ഞങ്ങളുടെ ജാസൂസ് ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സങ്കേതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങനെ എൻ്റെ സഹോദരന്മാരായ ഈ മുഅ്മിനീങ്ങളെ വിട്ടിട്ട് എൻ്റെ സ്വന്തം ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ സങ്കേതത്തിലേക്ക് വരും? ഞാൻ ഇവിടെ കൂട്ടത്തിൽ യാത്രയിൽ ഇവിടെ കൂട്ടത്തിൽ കൂടിയ ഇവിടെ റഫീഖു സഫറാണ്, യാത്രയിലെ കൂട്ടുകാരനാണ്. ഞാൻ ആപത്ത് വന്നപ്പോൾ ഇവരെ വിട്ടിട്ട് ഒറ്റപ്പെട്ട് എൻ്റെ ജീവനെ മാത്രം രക്ഷിക്കാൻ വേണ്ടി ഞാൻ വരികയില്ല. ഇവർക്ക് എന്ത് വരുന്നോ, കഷ്ടമോ നഷ്ടമോ നല്ല കാലമോ, അതെല്ലാം അനുഭവിക്കാൻ ഇവിടെ കൂടെ ഞാനും നിൽക്കും. അല്ല ഞാൻ ഇവരെ വിട്ടിട്ട് വരില്ല. അവസാനം ഈ കൊള്ള സംഘവും ഈ കച്ചവട സംഘവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ മഹാൻ അവർ ഷഹീദായി. ഈ വിവരം ബഹുമാനപ്പെട്ട ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവർ എഴുതുന്നതിൽ വലിയ ഉദ്ദേശമുണ്ട്. ഇപ്പം അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. അപ്പോൾ സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ആഗ്രഹം, നല്ല ഉദ്ദേശം എന്താണോ ആ നല്ല ഉദ്ദേശത്തെ അള്ളാഹു സാധിപ്പിക്കുന്നു. അവന്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അള്ളാഹു തആല ആ കാര്യത്തിൽ അവനെ സഹായിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അസർ നമസ്കാരം കഴിഞ്ഞ് എണീറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിന് 500 വാതിലുണ്ട്. ആ ഓരോ വാതിക്കൽ കൂടിയും എതിരേറ്റ് സ്വീകരിക്കപ്പെടുന്ന സ്വർഗവാസികളുണ്ട്. ഈ നിലയിൽ പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഉയർന്ന ആ വിശേഷമായ സ്വർഗത്തിന്റെ അവകാശികൾ ഒന്നല്ലെങ്കിൽ നബി, അതല്ലെങ്കിൽ സിദ്ദീഖ്, അല്ലെങ്കിൽ ഷഹീദ്. ഈ 3 പേരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, തങ്ങൾക്ക് എല്ലാവിധമായ സന്തോഷങ്ങളും, തങ്ങൾ ആ സ്വർഗത്തിന്റെ അവകാശിയാണ്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, നിങ്ങൾ സിദ്ദീഖാണ്, നിങ്ങളും ആ സ്വർഗത്തിന്റെ അവകാശിയാണ്. അപ്പോൾ നബിയുമായി സിദ്ദീഖുമായി പിന്നെ 3ാമത്തെ അവകാശി ഷഹീദാണ്. എന്നിട്ട് തന്നെ നോക്കിക്കൊണ്ട് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വന്നാലക ഷഹാദത്തു യാ ഉമർ. അടുത്ത 3ാമത്തെ ഭാഗ്യവാൻ, ഇത്രയും ഉയർന്ന സ്വർഗത്തിന് അവകാശിയാകുന്നവൻ ഷഹീദാണ്. പക്ഷെ ഈ നബിമാരിലും പെട്ടവരല്ല, സിദ്ദീഖീങ്ങളിലും പെട്ടവരല്ല, ശുഹദാക്കളിൽ പെടാനുള്ള ഒരു സന്ദർഭമുണ്ട്. പക്ഷെ അത് നിനക്ക് എവിടെ നിന്ന് കിട്ടാൻ? കാരണം നീ മദീനയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നോക്കിക്കൊണ്ട് പറയാ, മദീനയിലാണ്. ഈ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഈ മദീനയുടെ ഉള്ളിൽ ഷഹീദാകാനുള്ള ഒരവസരം എനിക്കെങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഖേദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യണം, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക് വഅമിത്നി ബിബൽദത്തി റസൂലിക്. പടച്ചവനെ, എനിക്ക് നിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള ഭാഗ്യം തരണം, മദീനയിൽ തന്നെ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. കൂട്ടുകാരെ, സഹാബാക്കൾ ചോദിച്ചു, ഇതെന്തൊരു വിചിത്രമായ ദുആയാണ്. മദീനയിൽ ആരാ വന്ന് നിങ്ങളെ ഷഹീദാക്കുന്നത്? മദീന, ഈ പുണ്യമായ ഈ രാജ്യം, മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന ഈ രാജ്യം, ഈ മുസ്ലിമീങ്ങളെ എല്ലാം മറികടന്ന് വന്ന് നിങ്ങളെ ഷഹീദാക്കാൻ വല്ല കാവർ ഇവിടെ കയറി വരുമോ? നിങ്ങൾക്ക് മദീനയിൽ തന്നെ മരിക്കണം, ഷഹീദായി മരിക്കണം. ഇതെങ്ങനെയാണ്? ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇജ്തിമാഉൽ ഇദ്ദൈൻ പോലെ 2 വിപരീതമായ കാര്യങ്ങൾ ഒരു സമയത്ത് എങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും? അപ്പം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ അള്ളാഹു കുഫറിന്റെ ഇരുളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി ഈമാന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നു. അവിടുന്ന് അള്ളാഹു തആല മക്കായിൽ നിന്നും അള്ളാഹ്ക്ക് വേണ്ടി ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വരാൻ അള്ളാഹു തൗഫീഖ് തന്നു. ഇതെല്ലാം ചെയ്ത റബ്ബുൽ ആലമീനായ അള്ളാഹു ഷഹാദത്തിനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തരാൻ കഴിവുള്ളതാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു അൻഹു വിസ്തൃതമായ മുസ്ലിം സാമ്രാജ്യത്തിന്റെ ഭരണാധിപതിയാണ്, അല്ലാതെ സാധാരണ ഒരു ആളല്ല. അവരുടെ കയ്യിൽ അന്നുള്ള അധികാരം എന്താണ്? ഇഖ്തിദാർ, ഭരണം, ഇഖ്തിയാറാത്ത്. എന്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നുള്ള സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും പദവിയും എത്രയോ വലുതാണ്. സഹോദരന്മാരെ, അങ്ങനത്തെ ഒരു അധികാരത്തിലും പദവിയിലും എല്ലാം കഴിഞ്ഞുകൂടുന്ന ഒരാളുടെ മനസ്സിൽ സാധാരണ ഉണ്ടാകുന്ന ചിന്തയല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ബോധവും നല്ല ബുദ്ധിയും തരുമാറാകട്ടെ. സഹോദരന്മാർ, എന്തെങ്കിലും ഒരു ചെറിയ പദവിയോ മറ്റോ നമുക്ക് കിട്ടിയാൽ എനിക്ക് ശേഷം എൻ്റെ അടുത്ത പിൻഗാമി എൻ്റെ മകനോ എൻ്റെ അനുജനോ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല, എനിക്ക് കിട്ടിയ ഈ ഉദ്യോഗം, ഈ അധികാരം, ഈ പദവിയിൽ കൂടി എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെല്ലാം ചാൻസുകൾ ഒപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, അതെല്ലാം ഒപ്പിച്ചു കൊടുക്കും. ഇതാണല്ലോ സാധാരണ മനുഷ്യന്റെ ചിന്ത. ഇത്രയും വലിയ സ്ഥാനത്ത് ഉയർന്ന നിലയിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, പടച്ചവനെ, എനിക്ക് മദീനയിൽ മരിക്കണം. കാരണം ഈ പുണ്യഭൂമി വിട്ടിട്ട് എനിക്ക് പോകാൻ ഇഷ്ടമില്ല. എനിക്ക് ഷഹീദായി മരിക്കണം.
അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, അൽഹംദുലില്ലാ നമ്മളെല്ലാവരും നമ്മുടെ നാട് വീടുകളിൽ നിന്ന് നമ്മുടെ നാടും വീടും എല്ലാം വിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ പേരിലാണ്. അല്ലാഹു തആല അതിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഖൈറും ബർക്കത്തും സഹായവും ചെയ്തു തരട്ടെ. പക്ഷെ ഈ ആഗ്രഹത്തിൽ മാത്രമായി നമ്മൾ കഴിഞ്ഞുകൂടിയാൽ നമ്മൾ നഷ്ടമല്ല. കാരണം നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് കിട്ടുമോ ഇതെല്ലാം ഒരു ദിവസം ഐസ് കട്ട പോലെ ഉരുകിപ്പോകും, മെഴുകുതിരി പോലെ കത്തി തീർന്നു പോകും, വെള്ളത്തിന്റെ കുമിളുകളെ പോലെ അവസാനിച്ചു പോകും. ഇതൊന്നും കാണുകയില്ല സഹോദരൻ. ബാക്കി എന്താ? അൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. എന്നെ നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മരണാനന്തരം വരാൻ പോകുന്ന ആഖിറത്തിലെ ജീവിതം അത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. മരണാനന്തരം ഞാൻ നിങ്ങളും അല്ലാഹു എന്നെ നിങ്ങളേക്ക് ആക്കട്ടെ, ഒന്നല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. മനസ്സോടെ നമ്മൾ കാത്തിരിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ചേരാതെയും അവിടെ അവസാനിക്കാത്ത കാലം ജീവിക്കാതെ ഇരിക്കാൻ യാതൊരു തരവും നമ്മളുടെ മേൽ വരാൻ പോകുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചും നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഞാനും നിങ്ങളും വെറും നമ്മുടെ ഈ ഭൗതികമായ ദുന്യവിയായ ജീവിതത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയോ? അതിൽ മാത്രമായി നമ്മൾ രാവും പകലും കഴിച്ചു കൂട്ടിയാൽ മതിയോ? അഥവാ അങ്ങനെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയാൽ നമുക്ക് നഷ്ടമല്ലേ സഹോദരന്മാരെ? കൂടുതൽ എന്തിനു പ്രസംഗിക്കണം? കൂടുതൽ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു ചിന്തയുടെ പേരിലാണോ നാടും വീടും ഭാര്യ മക്കളെല്ലാം വിട്ടിവിടെ വന്നിരിക്കുന്നത്, അള്ളാഹു അതിൽ നമ്മളെ സഹായിക്കട്ടെ. പക്ഷെ അതിലെല്ലാം വളരെ ഗൗരവമേറിയ ഒരു ചിന്ത നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ആഖിറത്തിന്റെ ചിന്തയാണ്. നമുക്ക് ഇത്രയും ഗൗരവമുള്ള ആ കാര്യത്തെപ്പറ്റി എത്രത്തോളം ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണോ അതിന്റെ 5%, 10%, 15% പോലും ചിന്തിക്കും. നമ്മൾ വലിയ ഗഫലത്തിലാണ്. നമ്മൾ പിന്നെ എന്തിനാ ഈ മജ്‌ലിസിൽ വന്ന് കൂടിയിരിക്കുന്നത്? നമ്മളുടെ ആഖിറത്തിനെ പറ്റിയുള്ള വിസ്മൃതിയിൽ കഴിഞ്ഞുകൂടും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതിപ്രധാനവും വളരെ ഗൗരവമേറിയതുമായ ആഖിറത്തിന്റെ ചിന്ത നമ്മളുടെ ഹൃദയത്തിൽ കടക്കണം. അത് കുറഞ്ഞ സമയം കൊണ്ട് മാത്രം ഹൃദയത്തിൽ അത് കടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ദുന്യാവിന്റെ ഈ ചിന്തകളെല്ലാം കവച്ച് കടന്ന് കയറി ഹൃദയത്തിലേക്ക് അത് കടക്കണ്ടേ. അതുകൊണ്ട് നമ്മളോട് പറയപ്പെടുന്നു, എപ്രകാരം കുറഞ്ഞ സമയം നമ്മളുടെ ജോലി കാര്യങ്ങളെ വിട്ടുകൊണ്ട് ഈ പള്ളിയിൽ വന്ന് അസർ മുതൽ പിറ്റേന്ന് സുബഹി വരെ ഇവിടെ കൂടാൻ നമ്മൾ തയ്യാറായോ? അല്പം കൂടെ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കും. നാളെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒഴിവാണല്ലോ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു 3 ദിവസത്തെ ജമാഅത്തിൽ പോയി, സാധിക്കുമെങ്കിൽ 3 ചില്ലായും പോയി, സാധിക്കുമെങ്കിൽ ഒരു ചില്ലായെങ്കിൽ പോയി, ഇല്ലെങ്കിൽ ഒന്നും സാധിച്ചില്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ഉൾപ്പെടുത്തിക്കൊണ്ട് 3 ദിവസത്തെ ജമാഅത്തിൽ പോയി ആഖിറത്തിന്റെ കാര്യങ്ങളെ പറ്റി പറയും. ആഖിറത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കും. അള്ളാഹുവിനോട് ദുആ ചെയ്യും. പഠിച്ചവനെ ഞങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും വളരെ ഗൗരവമുള്ളതുമായ ഈ കാര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അതിന്റെ ഗൗരവത്തോടു കൂടി കടത്തി തരണമേ പഠിച്ചവനെ. അതിനെപ്പറ്റിയുള്ള ചിന്തയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നുള്ള ബോധം ഞങ്ങൾക്ക് തരണമേ പഠിച്ചവനെ എന്ന് ദീനിന്റെ ഈ മാർഗത്തിൽ പുറപ്പെട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബ്ലനാ. നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിക്കുന്നോ കഷ്ടപ്പെടുന്നോ അവർക്ക് നാം ഹിദായത്ത് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം. സഹോദരന്മാരെ, ഇപ്പോൾ ഇശായ്ക്ക് ബാങ്ക് വിളിക്കാൻ സമയമായി. ഇനി അഥവാ ഇശായ്ക്ക് ശേഷം എല്ലാവരും നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പം പറയാം. ഈ സമയത്ത് ഇത്രയും നേരം നമ്മൾ ഇരുന്നു, പറഞ്ഞു, കേട്ടു. വെറും പറച്ചിൽ, വെറും കേൾവി ആയി നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പാടില്ല, എണീക്കാൻ പാടില്ല. പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു എത്രത്തോളം കാര്യത്തിന്റെ ഗൗരവം കടത്തി വിട്ടോ അതനുസരിച്ച് ഹിമ്മത്തോടുകൂടി തീരുമാനമെടുക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് നാളെ രാവിലെ പുറപ്പെടുന്ന ജമാഅത്തിന്റെ കൂട്ടത്തിൽ ഓരോരുത്തരും എത്രത്തോളം സമയം കൊടുത്ത് പുറപ്പെടാൻ ഓരോരുത്തരും തയ്യാറുണ്ടെന്നുള്ള വിവരങ്ങൾ പറയും. അവരോട് ഹിമ്മത്ത് പോലെ പറയും. ഉള്ള ഹിമ്മത്തനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ കൂടുതൽ തൗഫീഖ് അല്ലാഹ് തരും. हज़रत इब्न अब्बास रज़ियल्लाहु ताला अन्हु की नसीहत। वहाब बिन मुनब्बह रज़ियल्लाहु अन्हु कहते हैं कि हज़रत अब्दुल्लाह इब्न अब्बास की रज़ियल्लाहु अन्हु ज़ाहिरी बीनाई जाने के बाद मैं उनको दिए जा रहा था। वो मस्जिद हराम में तशरीफ़ ले गए। वहाँ पहुँचकर एक मजमा से कुछ झगड़े की आवाज़ आ रही थी। फरमाया मुझे इस मजमा की तरफ ले चलो। मैं उस तरफ ले गया। वहाँ पहुँचकर आपने सलाम किया। उन लोगों ने बैठने की दरख्वास्त की तो आपने इनकार फरमा दिया और फरमाया कि तुम्हें मालूम नहीं
कि अल्लाह के ख़ास बंदों की जमात वो लोग हैं जिनको उसके खौफ ने छुप कर रखा है, हालांकि न वो आजिज़ हैं न गूंगे, बल्कि फसीह लोग हैं, बोलने वाले हैं, समझदार हैं, मगर अल्लाह ताला की बड़ाई के जिक्र ने उनकी अक्लों को उड़ा रखा है, उनके दिल उसकी वजह से टूटे रहते हैं और ज़बानें चुप रहती हैं, और जब इस हालत पर उनको पुख्तगी मुयस्सर हो जाती है तो उसकी वजह से नेक कामों में वो जल्दी करते हैं। तुम लोग उनसे कहाँ हट गए? वहाब रज़ियल्लाहु अन्हु कहते हैं कि उसके बाद मैंने दो आदमियों को भी एक जगह जमा नहीं देखा। സഹാബാക്കളുടെയും സാലിഹ്യങ്ങളായ മഹാന്മാരുടെയും ചരിത്രങ്ങൾ വായിക്കുകയും കേൾക്കുകയും പറയുകയെല്ലാം ചെയ്യുന്നത് പഴയകാല സംഭവങ്ങൾ കേൾക്കാനും അറിയാനും വേണ്ടി മാത്രമല്ല, പിന്നെ സഹാബാക്കളുടെയും സലഫു സാലിഹ്യങ്ങളുടെയും ചരിത്രങ്ങൾ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മളത് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അല്ലാഹു തആല അമ്പിയാക്കളുടെ സംഭവങ്ങൾ ഖുർആൻ ശരീഫിൽ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒരു ഹിദായത്ത് പ്രാപിച്ച കൂട്ടരാണ്, അവരുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതേ രൂപത്തിൽ സഹാബാക്കളായ മഹാന്മാർ അവർ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരെ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. ഒരു സന്ദർഭത്തിൽ ഷാ അബ്ദുർ റഹീം റായപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മജ്ലിസിൽ സഹാബാക്കൾ എല്ലാവരും സഹാബത്ത് കുല്ലുഹും അദൂൽ, ഇത് മുഹദ്ദിസീങ്ങളുടെ ഏകോപിച്ച തീരുമാനമാണ്. സഹാബാക്കളുടെ ജീവിതവും അവരുടെ പ്രവൃത്തികളും നമുക്ക് മാതൃകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് പിൻപറ്റാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ ഇത് സഹാബാക്കളുടെ ഈ മഹാത്മ്യങ്ങളെ പറ്റിയും അവരുടെ ഈ ഗുണങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ എണീറ്റ് ഷാ അബ്ദുർ റഹീം റായപ്പൂരി റഹ്മത്തുള്ളാഹി അവരോട് ചോദിച്ചു, സഹാബാക്കളിൽ ഒന്നോ രണ്ടോ ആളുകൾ സിനായിൽ വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയതായിട്ട് വരുന്നുണ്ടല്ലോ, അവരെ പിൻപറ്റിയാലും സ്വർഗത്തിൽ പോകുന്നു. സഹാബാക്കളുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഷാ അബ്ദുർ റഹീം റായപ്പൂരി റഹ്മത്തുള്ളാഹി അവരോട് പറഞ്ഞു, അല്ലാഹു അക്ബർ, സഹാബാക്കൾ എല്ലാ രംഗത്തും എല്ലാ നിലയിലും മാതൃകാ യോഗ്യന്മാരാണ്. അവരെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തുകൾക്ക് വഴികാട്ടിയായിട്ട് അല്ലാഹു തആല അവരെ ആക്കിയിരിക്കുകയാണ്. അവരെ പിൻപറ്റുന്നവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. ഈ ഉമ്മത്തുകൾ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ഈ ഉമ്മത്തുകളിൽ പല തരക്കാരുണ്ടാകാം, മനുഷ്യരാണ്. അപ്പൊ ഈ ഉമ്മത്തുകളിൽ ആരെങ്കിലും ഒരാൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യങ്ങൾ കാരണമായി വ്യഭിചാരത്തിൽ കുടുങ്ങിപ്പോയി എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ ആ പാവത്തിൽ കുടുങ്ങിപ്പോയാൽ ആ പാവത്തിൽ കുടുങ്ങിയവർ സഹാബാക്കളിൽ ഈ പാവത്തിൽ കുടുങ്ങിയവരെ പിൻപറ്റിയാൽ അവർ രക്ഷപ്പെടും. കാരണം സഹാബാക്കളിൽ പെട്ട ആരാണോ ഈ പാവത്തിൽ കുടുങ്ങിയവർ, ആ പാവത്തിൽ കുടുങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന കുറ്റം ഏറ്റു സമ്മതിച്ചു. ആ കുറ്റത്തിന്റെ ശിക്ഷ തന്റെ മേൽ നടപ്പിലാക്കാൻ പറഞ്ഞു. കടുത്ത വ്യഭിചാരത്തിന്റെ പേരിലുള്ള കടുത്ത ശിക്ഷയായ കല്ലാൽ എറിയപ്പെട്ട് കൊല്ലുക എന്നുള്ള ആ കടുത്ത ശിക്ഷയ്ക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി വന്നിട്ട് പറഞ്ഞു, എന്നെ പരിശുദ്ധമാക്കണം. നബി തങ്ങൾ ശ്രദ്ധിച്ചില്ല, മോതിരിച്ചു കളഞ്ഞു. അദ്ദേഹം പിന്നെ നബി തങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ ശ്രദ്ധിച്ചില്ല, മോതിരിച്ചു കളഞ്ഞു. മൂന്നാമത് നബി തങ്ങളുടെ മുമ്പിൽ മുഖത്തിന് നേരെ വന്നു എന്ന് പറഞ്ഞു, ഞാൻ പാവം ചെയ്തു പോയി, എന്നെ പരിശുദ്ധമാക്കണം. 3 പ്രാവശ്യം ഫുഖഹാക്കൾ ഇതിൽ നിന്നെല്ലാം മസായിലുകളെല്ലാം ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ ഹദ് നടപ്പിലാക്കാൻ പറഞ്ഞു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പാവത്തിൽ കുടുങ്ങിപ്പോയി, പരിശുദ്ധമാക്കണം. ഇത് ഗർഭിണിയാണോ എന്ന് ചോദിച്ചാൽ പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു.
പേരെഴുതിയെടുത്തില്ല, അഡ്രസ്സ് എഴുതിയെടുത്തില്ല, ജാമ്യം വാങ്ങിയില്ല, ഒന്നും വാങ്ങിയില്ല. അങ്ങനെ തന്നെയൊക്കെ പറഞ്ഞയച്ചു. അവർ പോയി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. ഞാൻ പ്രസവിച്ചു, എൻ്റെ മേൽ ഹജ്ജ് നടപ്പിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തിയത് ആഹാരം കഴിക്കാറായിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും അഡ്രസ്സൊന്നും എഴുതി മേടിച്ചില്ല, ജാമ്യം വാങ്ങിച്ചില്ല, ഒന്നും ചെയ്തില്ല, പറഞ്ഞയച്ചു. കുറെ മാസങ്ങൾ കഴിഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവും കൊടുത്തുകൊണ്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താ, ആ കുട്ടി ആഹാരം കഴിക്കാറായി എന്ന് തെളിവ്. റൊട്ടി കഷ്ണം കൊടുത്ത് അത് തിന്നുന്ന നിലയിൽ ആ കുട്ടിയെ ചുമന്നും കൊണ്ടുവന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കുട്ടിയെ ഏറ്റെടുക്കാൻ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു സഹാബി തയ്യാറായി. അനുസരിച്ച് ആ കുട്ടിയെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുഴി കുടിച്ച് ആ സ്ത്രീയെ ഇറക്കി നിർത്തി കല്ലുകൊണ്ടിറക്കി കൊല്ലാൻ. അപ്പൊ താൻ ചെയ്തു പോയ പാവത്തെ പറ്റി എന്തൂരം പേടിയുണ്ടായിട്ടാണ് ഈ നിലയിൽ 3 പ്രാവശ്യം മടങ്ങി വന്നു. ഗർഭിണിയാണ് പോട്ടെ, അപ്പോൾ ആ സമയത്ത് തന്നെ ശിക്ഷയ്ക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഒരു കുഞ്ഞിനെ പെറ്റെടുത്തതിന് ശേഷം ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു മാതാവ്, ഞാൻ കല്ലാൽ എറിയപ്പെട്ട് മരിച്ചു പോയാൽ ഈ കുഞ്ഞ് അനാഥയായി പോകുമല്ലോ, ഈ കുഞ്ഞിനെ ആര് നോക്കും, ആര് വളർത്തും? തള്ളയ്ക്കൊരു കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും തീർച്ചയായിട്ടും ഈ നിലയിൽ തന്നെ നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കടുത്ത ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്നും തടുക്കാം. നബിതങ്ങൾ ആളെ വിട്ട് ഒളിപ്പിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോ ഇതൊന്നും കൂടാതെ ആ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് തന്നെ പരിശുദ്ധമാക്കണം, തഹ്ർനി യാ റസൂലല്ലാഹ് എന്ന് പറയണമെങ്കിൽ എന്തായിരുന്നു അവരുടെ ഈമാൻ? അപ്പോൾ ഷാ അബ്ദുർ റഹീം റായപ്പൂരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ പറഞ്ഞു, സഹാബാക്കളിൽ നമ്മുടെ ഈ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ ഉമ്മത്തുകളിൽ ആരെങ്കിലും ഒരാൾ ഇതുപോലത്തെ ഒരു പാവത്തിൽ കുടുങ്ങിപ്പോവുകയും ഈ പാവത്തിൽ കുടുങ്ങിയ സഹാബി ആണോ പെണ്ണോ ആരുമാകട്ടെ അവർ ചെയ്തുപോലെ ചെയ്യുകയും ചെയ്താൽ അവർ രക്ഷപ്പെടുമെന്നുള്ളതിൽ എന്താ സംശയം എന്ന് ചോദിച്ചു ഷാ അബ്ദുർ റഹീം റായപ്പൂരി. അപ്പൊ സഹാബാക്കളുടെ ജീവിതം നമുക്ക് കാണുക. അതുകൊണ്ട് സഹാബാക്കളുടെ ജീവചരിത്രം ചുമ്മാ ലോകചരിത്രം പഠിക്കുന്നവരെ പഠിക്കരുത്. ഇന്ന് ആളുകൾക്ക് ഈ അറിവ് എന്തെങ്കിലുമൊക്കെ പഠിക്കുക, പേപ്പർ വായിക്കുക, അതുപോലെ ലൈബ്രറികളിൽ മെമ്പർമാരായി പോയി ഇരുന്നും അല്ലാതെയും പുസ്തകം എടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുക, പഠിക്കുക, ഇതെന്താണ്ട് ഒരു വലിയ മഹാത്മ്യമാണെന്നാണ് ആളുകളുടെ വിചാരം. എന്തെങ്കിലും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മഹാത്മ്യമല്ല. തൗറാത്തിലെ ചില വാചകങ്ങൾ എഴുതിക്കൊണ്ട് വന്നു ഉമർ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. നബിതങ്ങൾക്ക് ഭാവവ്യത്യാസം വന്നു, മുഖഭാവം മാറി. ഉമർ റളിയല്ലാഹു അൻഹു താഴെ നോക്കി വായിക്കുന്നത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖഭാവം മാറിയെന്ന് മനസ്സിലാക്കാനൊക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവർ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നബിതങ്ങളുടെ മുഖഭാവം മാറിക്കൊണ്ടേ പോകുന്നത് കാണുന്നില്ലേ? നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മേൽ കരഞ്ഞു പോകട്ടെ, നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ നബിതങ്ങളുടെ മുഖഭാവം മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം എണീറ്റ് വലിയ വിനയത്തോടു കൂടി മുട്ടിൽ കുത്തി നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും അവരുടെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. നബിയെ നല്ല അർത്ഥവത്തായ ഉപദേശങ്ങൾ അടങ്ങുന്ന വാചകങ്ങളാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വായിച്ചതെന്നേ ഉള്ളൂ, അല്ല വേറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ജിഅ്തുകും ബിഹാ ബൈളാഅ നഖിയ്യ വല്ലാഹി ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധമായ പരിപൂർണമായ ദീനിനെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ തൗറാത്തിലേക്കും ഇഞ്ചീലിലേക്കും എല്ലാം മടങ്ങേണ്ട കാര്യം എന്ത്? നിങ്ങൾ തൗറാത്തിലെ നല്ല ഉപദേശവാചകങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്നല്ലോ. മൂസാ നബി അലൈഹി സ്വലാം എന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ പിൻപറ്റാനേ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ വന്നതിന് ശേഷം ഇനി അഥവാ ഫർളനോ തഖ്ദീറിനോ ഒരു നബി ഈ ലോകത്ത് വന്നാൽ, ആ മുമ്പുള്ള നബിമാരിൽ ആരെങ്കിലും ഒരു നബി ഈ ലോകത്തേക്ക് രണ്ടാമത് അവരിൽ എണീറ്റ് വന്നു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ വന്നു, അവരെന്നെ പിൻപറ്റും. ഷാ അബ്ദുൽ ഹഖ് ഹഖാനി റഹ്മത്തുള്ളാഹി വലിയ മഹാനായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനികളുടെ ഒരു ഷറാറത്തിന്റെ കാലം. അപ്പോ പ്രാവശ്യം വന്ന് ഒരു ക്രിസ്ത്യൻ പാതിരി അബ്ദുൽ ഹഖ് ഹഖാനി റഹ്മത്തുള്ളാഹി ചോദിച്ചു, ഒരാൾ കിടന്നുറങ്ങുന്നു, അടുത്തൊരാൾ ഉണർന്നിരിക്കുന്നു. വഴിയെ നടന്നു പോകുന്നവന് വഴി അറിയാൻ പാടില്ലാതെ വന്നപ്പോൾ ഇപ്പൊ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളിനോട് വഴി ചോദിക്കണോ അതോ ഉണർന്നിരിക്കുന്ന ആളിനോട് വഴി ചോദിക്കണോ എന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ഷാ അബ്ദുൽ ഹഖ് ഹഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന ആളിനോട് വേണം വഴി ചോദിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന ആള് ഉറങ്ങിക്കിടക്കുന്ന ആൾ എണീറ്റിട്ട് വഴി ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആൾ ചോദിച്ചതിന്റെ ഉദ്ദേശം, ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തിൽ ജീവിച്ചിരിക്കുകയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി പോയല്ലോ,
അപ്പൊ ഈ കാലത്ത് വഫാത്തായി പോയ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണോ അതോ ആകാശത്തിലാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈസാ നബിയെ പിൻപറ്റണോ എന്നാ ചോദിച്ചത്. അപ്പോ പിന്നെ അബ്ദുൽ ഹഖ് ഹഖാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ പറഞ്ഞു, ഉണർന്നിരിക്കുന്ന ആൾ ഈസാ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വഴി ചോദിച്ച് നബിതങ്ങളെ പിൻപറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം കാത്തിരിക്കുന്ന ആളാരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ നബി ഞങ്ങളോട് ചോദിച്ച് നടക്കണമെന്ന് പറഞ്ഞു. तो ये जिन साथियों ने औकात दिए हैं, किसी ने चिन्ना दिया है, किसी ने 15 दिन, किसी ने 5 दिन, किसी ने 3 दिन, किसी ने 2 दिन कामत दिया, किसी ने 2 दिन जुमा और इतवार दे दिया, ये सब साथी कुर्बानी के दर्जे में माशाल्लाह दिया। अब उस वक्त को अगर अल्लाह की रज़ा के लिए जो है मशवरे वालों की जिस तरह तरतीब होगी, जैसा तकाजा होगा उस पर इस्तेमाल हो जाएंगे, तो सबकी कुर्बानी बन जाएगी नहीं बन जाएगी। अल्लाह पाक कबूल फरमा लेंगे इंशाल्लाह, हमारी इस्लाह होगी, हमें हिदायत मिलेगी, दूसरों की हिदायत मिलेगी। तो उस पर कुछ तकाजा ऐसा है कि कुछ साथियों को भी रवाना करना है कहीं पर। तो उनमें से चंद साथियों के नाम भी मैं बोलूँगा, वो साथी जो है वो पीछे वहाँ पर तश्कील वालों के पास चले जाए। सब तैयार है ना इंशाल्लाह? जिसका भी नाम आ जाएगा इंशाल्लाह। हाँ, सब तैयार है ना? माशाअल्लाह। खालिद भाई के बाद आ जाएगा। नहीं अभी चाहिए, अभी तो तरतीब बना लेंगे इंशाल्लाह, दुआ में शामिल कर देंगे इंशाल्लाह। तरतीब बना के दुआ में शामिल कर देंगे इंशाल्लाह। ये साथी तरतीब बना के दुआ में इंशाल्लाह शामिल कर देंगे। पीछे तशरीफ देते हैं। और ये सलीम भाई ये डेरा वाले वो जो पाकिस्तान में वक्त लगा के आए हैं फारूक भाई वगैरह के साथ, सलीम भाई जो भी पाकिस्तान में वक्त लगा। സാറുമാരെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഒരു നബിക്ക് പോലും അദ്ദേഹത്തിന്റെ ശരീഅത്തനുസരിച്ച് ഇനിമേൽ നടക്കാൻ പാടില്ല. ആ നബി വന്നാൽ തന്നെയും ആ നബി ഈസാ നബി അലൈഹി സ്വലാം ഉദാഹരണമായിട്ട് വരും. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് നടപ്പിലാക്കാനോ ഈസാ നബി അലൈഹി സ്വലാം സ്വന്തം തന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഇഞ്ചിലനുസരിച്ചോ അള്ളാഹു അന്ന് ഈസാ നബിക്ക് കൊടുത്ത ശരീഅത്തനുസരിച്ചോ ജീവിക്കണം. രക്ഷ കിട്ടണമെങ്കിൽ ഈസാ നബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടി മുമ്പുള്ള നബിമാരുടെ എല്ലാ ദീനും മൻസൂഖായി പോയി, അസ്ഥിരപ്പെടുത്തപ്പെട്ടു പോയി. അത് ഹക്കാണ്, പക്ഷേ അതിനെ പിൻപറ്റാൻ പാടില്ല. ഏതുപോലെന്ന് വെച്ചാൽ പഴയ കാലത്ത് 100 കൊല്ലത്തിന് മുമ്പുള്ള പിൻവലിക്കപ്പെട്ട കറൻസി നോട്ട് ഇന്നത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഇറക്കിയ നോട്ടാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നത് മാർക്കറ്റിൽ ബാങ്കിൽ ഇന്നത് കൊടുത്താൽ അംഗീകരിക്കപ്പെടും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഇനി ഒരു ശരീഅത്തും ഈ ലോകത്ത് പിൻപറ്റത്തക്കതോ അംഗീകരിക്കത്തക്കതോ അല്ല. അപ്പൊ അതുകൊണ്ട് കണ്ടതെല്ലാം വായിക്കുക, കണ്ടതെല്ലാം പഠിക്കുക, കിട്ടിയതെല്ലാം കേട്ടതെല്ലാം മനസ്സിലാക്കുക, ഇതൊരു അറിവാണെന്ന് ആരും കണക്കാക്കുക. അതുകൊണ്ട് കണ്ടതെല്ലാം വായിക്കുക, കണ്ടതെല്ലാം കേൾക്കുക, ഇതെല്ലാം അറിവാണ്. അതുകൊണ്ട് കാണുന്നതെല്ലാം വായിക്കാം. മനോരമയുടെ നോവലും വായിക്കാം, പിന്നെ അതുപോലത്തെ അനാവശ്യമായ പുസ്തകങ്ങളും വായിക്കാം, ലെനിൻ എഴുതിയതും വായിക്കാം, എംഗൽസ് എഴുതിയതും വായിക്കാം, കണ്ട കാഫർ എഴുതിയതെല്ലാം വായിക്കാം, ബഷീറിൻ്റെയും വായിക്കാം, വൈക്കം ബഷീറിൻ്റെയും വായിക്കാം, പുട്ടത്തുവർക്കിയുടെയും വായിക്കാം, മൃഗുന്നം വർക്കിയുടെയും വായിക്കാം, പിന്നെ ചങ്ങമ്പുഴയുടെയും വായിക്കാം, എല്ലാം വായിക്കാം. ഇതെല്ലാം നല്ലതല്ലേ എന്ന് വിചാരിക്കരുത്. അള്ളാഹു നമുക്ക് നല്ല അറിവ് തരണം. നമ്മൾ എന്തറിവ് പഠിക്കണം? അറിവ് മനുഷ്യനെ അള്ളാഹുലേക്ക് അടുപ്പിക്കണം. അറിവ് മനുഷ്യനെ ആഖിറത്തിന്റെ കാര്യത്തിൽ ചിന്തയുള്ളവനാക്കി തീർക്കണം. അറിവ് മനുഷ്യനെ സൽപ്രവൃത്തിയിലേക്ക് പ്രേരണ നൽകണം. അള്ളാഹുവിന്റെ ഭയം വർദ്ധിപ്പിക്കാനും ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാക്കി തീർക്കാനും സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാക്കി തീർക്കാനും ഉതകുന്ന അറിവ് മാത്രമാണ്. അല്ലാത്ത അറിവുകളൊന്നും അറിവല്ല. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ കിതാബുൽ ഇൽമിൽ ഇന്ന് അനേകം ജഹ്ലിന് ഇൽമെന്ന് പേര് വെക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വിഷയമേ എഴുതുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലം ചുമ്മാ നമുക്കൊരു ചിന്തയാണ്, അറിവ്. അതുകൊണ്ട് സഹാബാക്കളുടെ ചരിത്രം പഠിക്കുന്നത് ചരിത്രം വായിക്കാൻ, പിന്നെ വെറും മാലൂമാത്ത് എന്തെങ്കിലും കുറെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതല്ലേ ജീവിതം പിൻപറ്റാൻ. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹിലിയായ കാഴ്ച വെച്ചാൽ കണ്ണിന്റെ കാഴ്ചയില്ലാതായതിനു ശേഷം, ഈ കണ്ണിന്റെ കാഴ്ച പോയെങ്കിലും ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാദിറൂന, അവിടെ ഉൾക്കണ്ണിന്റെ കാഴ്ചയൊന്നും പോയിട്ടില്ല. ഒരു ഹദീസ് ഉണ്ടായിരുന്നു, ഹദീസിന്റെ ഒരു പണ്ഡിതൻ, കണ്ണില്ലാത്ത
അദ്ദേഹത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് ഓതിയാൽ അദ്ദേഹം ഉടനെ പറയും ഇത് ഹദീസാണ്, ഇത് ആയത്താണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ രണ്ടിന്റെയും അള്ളാഹുവിന്റെ കലാമിന്റെ നൂറൊന്ന് വേറെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിന്റെ നൂറൊന്ന് വേറെയാണ്. അത് ചെവിയിൽ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ കലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നാട്ടിലൊരു കണ്ണില്ലാത്ത ഒരാൾ നെല്ല് കുത്തുന്ന ആളുണ്ട്, അയാൾക്ക് കണ്ണില്ല. ഈ കുട്ടികൾ പോയി വട്ടം കൂടി ഇരുന്നുകൊണ്ട് അരി വെളുത്തില്ല, ഇനിയും കുത്തണം എന്ന് പറഞ്ഞു. ഒട്ടക്കണ്ണായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി അരി വെളുത്തിട്ടില്ല, ഇനിയും കുത്താൻ പറയും. എന്നാൽ അദ്ദേഹം ഈ അരി കയ്യിലെടുത്തിരിക്കുന്ന ചെവിയിൽ വലിച്ചിങ്ങനെ തിരുമ്പി നോക്കും, ശബ്ദം കേട്ടിട്ട് പറയും അരി വെളുത്തു എന്ന്. അപ്പൊ ആ നെല്ല് കുത്തുന്ന ആൾക്ക് കുറെ കാലം കൊണ്ട് ഈ അരി വെളുത്തോ വെളുത്തില്ലേ എന്നറിയാൻ, ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ കഴിവ് കൊടുക്കാമെങ്കിൽ അള്ളാഹു ഹൃദയത്തിന്റെ അറിവ്, ഹൃദയത്തിന്റെ ബസീറത്ത്, പ്രകാശം വെളിച്ചം കൊടുത്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ കലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും തിരിച്ചറിയാനൊക്കെ. അപ്പൊ ഉൾക്കാഴ്ചയെന്നും പറഞ്ഞതുണ്ട്, അത് ഈമാന്റെ അളവനുസരിച്ച് മനുഷ്യർക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹിനിയായ കണ്ണേ ഉള്ളൂ അടഞ്ഞു പോയുള്ളൂ, അദ്ദേഹത്തിന്റെ കാഴ്ചയൊന്നും പോയില്ല. അവന്റെ ഷെയ്ഖുൽ ഹദീസ് റഹ്മത്തുള്ളാഹി അലൈഹി ജസാഹുല്ലാഹു ഖൈറ നല്ല നിലയിൽ പറഞ്ഞു, സാഹിദി ബീനായിട്ടാനേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹിനിയായ കാഴ്ച, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സന്ദർഭം. ഞാൻ അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുക, മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കുറെ ആളുകൾ കൂടിയിരുന്ന് ശബ്ദിക്കുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും എല്ലാം കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മജ്‌ലിസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ